ഹലോ മക്കളെ, നമ്മളിന്ന് മണി ആൻഡ് ക്രെഡിറ്റിലെ കിടിലമായിട്ടുള്ള ഒരു ഭാഗം നോക്കാൻ പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. എന്താണ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ഓക്കെ മക്കളെ, എന്താ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ബാങ്ക് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ് വിത്ത് എക്സാമ്പിൾസ്. എന്താ മക്കളെ ഇതിന്റെ ആൻസർ വരിക? ബാങ്ക് എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലേ? അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. ഓക്കെ ഫൈൻ, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്. ഓക്കെ, ഡിപ്പോ എന്ന് എഴുതുന്നുള്ളൂ സാർ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ലെൻഡിങ് ലോൺസ് ആണ്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ലെൻഡിങ് ലോൺസ് ആണ്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്? നമ്മുടെ എക്കണോമിയിൽ, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മണി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കാരണമാവുന്നുണ്ട്? ബാങ്ക് കാരണമാവുന്നുണ്ട്. അപ്പൊ ബാങ്ക് സത്യത്തിൽ ആരാ മക്കളെ? ബാങ്ക് ഈസ് എ മീഡിയേറ്റർ അല്ലേ? ബാങ്ക് ഈസ് എ മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ആർക്കായാലും ചെയ്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. ഒരു ലീഗലി എന്തുണ്ട്? ലീഗലി ഗവൺമെന്റിന്റെ അപ്രൂവൽ, RBIയുടെ കീഴിൽ വരുന്ന, അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്ക്സ് എന്ന് പറയുന്നത്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്. അപ്പൊ നോക്കിയ മക്കളെ, എന്താണ് ബാങ്ക് ചെയ്യുന്നത്? പീപ്പിൾ ഡിപ്പോസിറ്റ് മണി വിത്ത് ദ ബാങ്ക്സ് ബൈ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാറിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? മക്കൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കുറച്ച് പൈസ ഉണ്ടാവും, നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഇടും. ആ ബാങ്കിലെ പൈസ ബാങ്ക് വെക്കുവോ? ഇല്ല. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലോൺ ആയിട്ട് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ചെറിയ പൈസ ആണെങ്കിലും അത് സർക്കുലേറ്റ് ആവുന്നുണ്ട് നമ്മുടെ എക്കണോമിയിൽ കിടന്നിട്ട്. ഓക്കെ, എന്താ പറയുന്നത്? ബാങ്ക് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ഇൻ റിട്ടേൺ ദേ പേ ആൻ ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദി ഡിപ്പോസിറ്റ്. എന്താ പറയുന്നത്? ആളുകളുടെ കയ്യിൽ നമ്മളിപ്പോൾ ഡിപ്പോസിറ്റ് കൊണ്ട് ഇട്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു 5 കൊല്ലത്തേക്ക് 5 ലക്ഷം രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ഇട്ടോ, നമുക്ക് എന്ത് കിട്ടും? ഓരോ കൊല്ലം നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് കിട്ടും. ദ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സ് ഹാവ് ദി പ്രൊവിഷൻ ടു വിഡ്രോ ദ മണി വിത്തിൻ. എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് നമ്മൾ ഇട്ട പൈസ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്, അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്, അതുപോലെ എന്താണ്? ലെൻഡിങ് ലോൺ. തൊട്ട് മുമ്പ് സാറ് കാണിച്ച സാധനം എന്താണ്? ലെൻഡിങ് ലോൺ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. എന്താ പറയുന്നത്? ബാങ്ക് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. ഇങ്ങനെ കൺട്രീന്റെ ഡെവലപ്മെന്റ് സാധ്യത, മണി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അത് പൈസ കിട്ടും. ആളുകൾ വിവിധ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടും. അങ്ങനെ എന്തുണ്ടാവും? ആ പൈസ നമുക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും. അപ്പോൾ ബാങ്ക് എന്നാണ് ഒരു മീഡിയേറ്റർ ആണ്. അത് എന്തിലേക്ക് നയിക്കുന്നുണ്ട്? നമ്മുടെ ഡെവലപ്മെന്റിലേക്കും എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഓക്കെ, അത് സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ആക്കുക. ഓക്കെ.